ഡോക്ടർ ഹരീഷ് ശമ്പകര, പ്രാക്ടിക്കൽ മാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു സബ്ജക്റ്റ് എൻ്റെ അറിവിൽ ഒരു യൂട്യൂബ് ചാനലിനും വെളി വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ ഒരു ഗുരുനാഥൻ പണ്ട് കളരി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഈ പലയിടത്ത് യാത്രകൾക്കൊക്കെ പോകും. യാത്രകൾ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ പഠിച്ചതൊക്കെ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നോക്കണമെന്നുള്ളതാണ് പുള്ളിയുടെ അഭിപ്രായം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലുള്ള ഉത്സവ പറമ്പുകളിലൊക്കെ പോയി അടി ഉണ്ടാക്കുന്ന ഒരാളോട് എന്ന് വെച്ചാൽ ഇത് റിയലി ചെയ്തു നോക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ അദ്ദേഹം ഈ അരയിൽ സൂക്ഷിക്കുന്ന ഒരു ആയുധമുണ്ട്. അത് ആയുധമാണെന്നുള്ളത് പുള്ളിയുടെ കൂടെ ഒരു 2.5-3 വർഷം പഠിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അന്നേരം ഞാൻ ചോദിച്ചപ്പോൾ ഒരടി ഉണ്ടായി. പുള്ളി വളരെ സിമ്പിളായിട്ട് 6-7 പേരെ ഈസിയായിട്ട് അടിച്ച് താഴെ ഇട്ടു. അടിച്ച് താഴെ ഇട്ടത് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നൊരു വെപ്പണാണ്. ആ വെപ്പണെന്ന് പറഞ്ഞാൽ നമ്മളെന്നും ഉപയോഗിക്കുന്ന സാധനമാണ് തോർത്ത്. ആ തോർത്താണ് പുള്ളി ഉപയോഗിച്ചത്. അടി കൊണ്ട് ഓരോരുത്തരും വീഴുന്ന ഞാൻ വ്യക്തമായിട്ട് കണ്ടു. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ അതെന്താണെന്നുള്ളത് വിശേഷിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ്. പിന്നീട് അത് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഒത്തിരി പഠിക്കാനുണ്ട് അതിനകത്ത് തന്നെ. പക്ഷെ അത് അത്രയും വലിയൊരു ആയുധമാണ് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്ത വിധമാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. ആ ആയുധം അപൂർവങ്ങളായിട്ട് കളരി ആശാന്മാർക്ക് അറിയാവുന്നതാണ്. പക്ഷെ അത് എങ്ങനെ ഹൈഡ് ചെയ്യുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നു, അതിൻ്റെ പ്രയോഗ രഹസ്യങ്ങൾ നമ്മളെല്ലാം അതിനകത്ത് പുറത്ത് വിടുന്നില്ല. ആ ആയുധം എന്താണെന്ന് കാണിക്കലും അത് ഉപയോഗിക്കലും എങ്ങനെയാണെന്ന് മനസ്സിലാക്കലുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതീവ രഹസ്യമാണ്. നിങ്ങൾക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ തോർത്ത് നമ്മൾ കൊണ്ടുപോകാറുണ്ടല്ലേ, കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട്. അപ്പോൾ ഒരടി വന്നാൽ എന്ത് ചെയ്യണം? നനഞ്ഞ തോർത്തുകൂടെ ആണെങ്കിൽ പറയണ്ട, ക്ലാസ് ആയിരിക്കും. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്നുള്ളത്. അടി വരുമ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യേണ്ടത്, അതിലെന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കണ്ടാൽ മാത്രം ലൈക്കുകൾ കൊണ്ട് അങ്ങ് മൂടിയേക്ക് കേട്ടോ. ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യരുത്. നേരെ വീഡിയോയിലേക്ക്. നമ്മളെ പറഞ്ഞത് തോർത്താണ് കണ്ടോ. ഇത് നമ്മൾ അരയിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് കെട്ടും. ക്ലിയർ? സേഫ് ആയിരിക്കും. ഇനി നമ്മൾ തോർത്തെടുക്കേണ്ടി വരുമ്പോൾ വളരെ സിമ്പിളാണ് തോർത്തിങ് വരും. റൈറ്റ്? തോർത്ത് നമുക്ക് ഈസിയായിട്ട് അടിക്കുമോ ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വളരെ ഫാസ്റ്റായിട്ട് അടിക്കുമോ, പെട്ടെന്ന് കൈ വരുമൊക്കെ ചെയ്യും, പൂട്ടാം, പലതും ചെയ്യാം. പക്ഷെ ഇതിനകത്തൊരു രഹസ്യമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു തോർത്താണെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇതൊരു തോർത്ത് മാത്രമല്ല. കാരണം വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് കോണോട് കോൺ മടക്കിയിരിക്കുകയാണ് അല്ലേ. കോണോട് കോൺ മടക്കിയിട്ട് ഞാൻ ഈ പിടിച്ചിരിക്കുന്ന കയ്യിൽ കണ്ടോ ഒന്നുമില്ല. പക്ഷേ ഈ പിടിച്ചിരിക്കുന്ന കൈക്കകത്തൊരു രഹസ്യമുണ്ട്. മനസ്സിലായോ? ഇതിനകത്ത് നമ്മൾ വ്യക്തമായിട്ടൊരു കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതിനകത്തൊരു കല്ലുണ്ട്. ഓക്കെ, ഞാനത് അഴിച്ച് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ കല്ല് വെച്ചിട്ട് ഇതിങ്ങനെ പിടിക്കുക. ക്ലിയർ? ഇനി നമ്മളിതിങ്ങനെ കോണോട് കോൺ എടുത്തിട്ട് വൺ സൈഡിൽ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ വെക്കുക. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഈ സൈഡിൽ വെച്ചിട്ട് ഈ വരുന്ന കാര്യം വളരെ കൃത്യമായിട്ട് നോക്കുക. നമ്മളിതിൻ്റെ ഈ കൈ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പിടിക്കും. പിടിച്ചിട്ട് ഇത് തിരിക്കും. ഇങ്ങനെ ഉണ്ട്. തിരിച്ച് കഴിഞ്ഞ് ഇത് മേളിലായി. ഈ തുമ്പ് കണ്ട്, ഈ തുമ്പ് ഇത് ഇങ്ങോട്ട് വലിച്ചു വയ്ക്കുക. പിന്നെ ഇത് അനങ്ങത്തില്ല. കൃത്യമായി മനസ്സിലായോ? ഇനി നമ്മൾ എടുക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പിടിക്കുക, വയറകത്തോട്ടും ചുട്ടിക്കുക, വലിക്കുക. കറക്റ്റ് വലത് കൈ വരും. ക്ലിയറായോ? അപ്പം നമ്മൾ ചെയ്യുമ്പോഴേ ഇതേണ്ടോ, വലത് കൈയിൽ പിടിച്ചു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. വലത് കൈ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗം ചുറ്റുന്നത് ഇവിടെ ചുറ്റിയുണ്ടോ. ഇവിടെ ചുറ്റി കഴിഞ്ഞാൽ ഇത്ര സമയം എടുക്കാവുള്ളൂ. റൈറ്റ്? എടുക്കുന്നത് എന്താണ്? ഇത്രയേ ഉള്ളൂ സമയം. ക്ലിയർ? ഇത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇരിക്കുന്ന നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ഹൈഡ് ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇവർ വിചാരിക്കുന്നത് തോർത്താണ്. നമ്മൾ കുളിച്ചിട്ട് കയറി വരുന്നൊരു സമയത്താണെങ്കിൽ ഇതിന് വെയിറ്റ് കൂടുതലായിരിക്കും. അത് ഓർത്തോണം. ഓക്കെ, അപ്പോൾ ഒരടി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണം എന്ത് ചെയ്യാം, ഇത് നേരെ പിടിച്ചിട്ട് ഒരടി അടിച്ച കണ്ണിനടി വീഴും. മനസ്സിലായോ? ക്ലിയർ? ആ കണ്ണിനടി വീഴുമ്പോൾ അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി മാറും. ആ സമയത്ത് ഇത് തിരിക്കുക. ഇത് തിരിച്ചാൽ ക്ലിയർ? ശരിയായി പഠിച്ചാലേ ഇതൊരു വടിവാളിന് വെട്ട് വന്നാലോ കത്തിക്ക് കുത്തു വന്നാലോ ഒക്കെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഇതൊരു ആയുധമായിട്ട് പറയാൻ പറ്റുമോ കല്ല്? ഞാൻ അഴിച്ച് കാണിക്കാം. വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കണം. കണ്ടോ? ഓക്കെ, ഇതിനകത്താണ് നമ്മൾ കല്ല് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോർണർ നിങ്ങൾ നോക്കണം. ആ കോർണറിനകത്ത് വളരെ സേഫായിട്ട് കല്ല് വെച്ചിരിക്കുകയുണ്ട്. അപ്പോൾ നമ്മൾ ഈ മടക്കണ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു തോർത്തെടുത്തു.
ആ തോർത്ത് ഇങ്ങനെയാണ് വരിക, കണ്ടോ? തോർത്തെടുത്തു, അതിനെ നമ്മൾ രണ്ടായിട്ട് ഇതാ ഇങ്ങനെ മടക്കി. ക്ലിയർ? ഓക്കെ. എന്നിട്ട് ഈ കോർണർ ടു കോർണർ ഇങ്ങനെ പിടിച്ചു. പിടിക്കുമ്പോൾ ഒരു കാര്യം നോക്കിയേ, ഇത് കണ്ടോ, ഇവിടെ കരയുണ്ട്, കണ്ടോ? ഈ കരയുടെ ഇവിടെ ഓപ്പൺ ആയിരിക്കും, ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും, കണ്ടോ? ഇവിടെ അല്ല ഇത് കെട്ടുന്നത്, മറിച്ച് നമ്മുടെ കരയില്ലാത്ത ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം നമ്മളിങ്ങനെ തുറക്കണം. ഓക്കെ, തുറന്നിട്ട് ഇവിടെ ആയിട്ട് കല്ല് വയ്ക്കുക. ഇവിടെ കല്ല് വെച്ച് നമ്മൾ ആ കല്ലിൽ പിടിച്ചിട്ട് ഈ കോർണർ ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇങ്ങനെ വരും ഇത്. ക്ലിയർ? എന്നിട്ട് നമ്മൾ ഇറക്കിയാൽ കണ്ടോ എന്തായി, നമ്മളിവിടെ ടൈറ്റാണ്, കണ്ടോ? ഇവിടം കൂടെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഈ കല്ല് ഇതിനകത്ത് ഇളകത്തില്ല. ക്ലിയർ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പറഞ്ഞ പോലെ തന്നെ വലത് ഭാഗത്ത് പിടിക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു, അല്ലേ? വലത് കൈയുടെ ഭാഗത്ത് വരുന്നു, ഇതിങ്ങനെ കൊണ്ടുവരുന്നു. ശ്രദ്ധിക്കുക, ഇത് ഈ കൈ കൊണ്ട് പിടിച്ച് ഇതിനകത്തൂടെ കയറ്റി ഇപ്പുറത്തെടുക്കുന്നു. ഈ അടിയിലത്തെ ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ട് വലിച്ചു വെക്കുന്നു. ക്ലിയർ? ഇനി എന്ത് ചെയ്യില്ല, ഈ സാധനം അനങ്ങത്തില്ല. ക്ലിയർ? എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ തള്ള വിരൽ ഇങ്ങോട്ട് കയറ്റുന്നു, വയർ ഒതുക്കുന്നു, സംഗതി കൈ വരുന്നു. ക്ലിയർ? കളരി ആശാന്മാരുടെ കയ്യിലേ ഇതുപോലുള്ള ഒരുപാട് ട്രിക്കുകളുണ്ട്, അതീവ രഹസ്യമായിട്ട് അവർ സൂക്ഷിക്കുന്നത്. ഒരു തോർത്ത് കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ കൂടിയുള്ള ഒരുപാട് അഭ്യാസ മുറകളും ടെക്നിക്കുകളുണ്ട്. അങ്ങനെ നമ്മളെ ഡ്രസ്സ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാവും, മുണ്ടൂരി അടിച്ച് നമ്മുടെ ആടുതോമയെ മറക്കരുത്. നമ്മുടെ കയ്യിലുള്ളത് ആയുധമാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം അതിനപ്പുറത്തില്ലെന്ന് ഞാൻ പറയണത്. തല മൂടിക്കെട്ടി ഇടിക്കുന്ന ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ ആടുതോമയുടെ മറ്റൊരു ടെക്നിക്കാണ് ഇത്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം. താങ്ക്സ് സോ മച്ച്.